സ്റ്റിച്ചിങ് തുടങ്ങി ഇത്രയും കാലമായിട്ടും എന്നെപ്പോലെ ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങൾ പോലും മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പല ടൈമിൽ ഞാനിത് മേടിക്കണം വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ എന്തെല്ലാമോ കൊണ്ട് ഒന്നും നടന്നില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ മേടിച്ചിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഞാനിത് മേടിക്കാൻ വേണ്ടി പോയതല്ല, കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് മേടിച്ചു പോയതാണ്. ഫസ്റ്റ് പണി ഈ ഒരു സിസറാണ്. സിസർ എൻ്റെ ഇല്ലയെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഈ സിസർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ മൂർച്ച പോയിട്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ആ തുമ്പ് സൈഡിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെച്ചായിരുന്നു കേട്ടോ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ലാസ്റ്റ് മേടിച്ചാണ് ആ സിസർ. ഇത് വന്നിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ ഈ സ്റ്റിച്ച് പൊട്ടിക്കൂലേ, ആ സാധനം. ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഇത്രയും നാളും സ്റ്റിച്ചസൊക്കെ പൊട്ടിച്ചിരുന്നത്. ആൻഡ് ഫൈനലി അതും വാങ്ങിച്ചു. അടുത്തത് ഇതുപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ, ഈ ഒരു കുഞ്ഞ് സിസർ. ഈ കുറച്ച് നൂലൊക്കെ ഉള്ളെങ്കിൽ അത് പൊട്ടിക്കാൻ വേണ്ടി മെഷീനിൽ തന്നെ വെക്കുന്നത് അതാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പം ആ ഒരു യൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മേടിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു പിൻസാണ് കേട്ടോ. ഞാനത് ഓൺലൈൻ മേടിച്ചായിരുന്നു, ഒരു 3-4 സെറ്റ് മേടിച്ചായിരുന്നു. പക്ഷേ എങ്കിൽ ഒരു 10 ഉണ്ടെങ്കിൽ അതിൽ 8 പോക്കായിരുന്നു. അതിൽ തീരെ ഷാർപ്പൻ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തു, ബട്ട് ഇതിലും എല്ലാം ഒന്നും ഓക്കെ അല്ല, ബട്ട് മറ്റേതിനെക്കാട്ടിലും ബെറ്ററാണ് കേട്ടോ. പിന്നെ എടുത്തത് കുറച്ച് ത്രെഡ്സും കൂടിയാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ വാങ്ങാൻ പോയത് ആ ത്രെഡ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ കൂടെ ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഫൈനലി എല്ലാം കൂടെ ഒന്ന് വാങ്ങാൻ പറ്റിയത്. ഇതൊന്നും ഇല്ലാണ്ടും ഇത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റി. ഇനിയിപ്പം ഉള്ള സ്ഥിതിക്ക് കുറച്ചുകൂടി ഈസി ആയല്ലോ.